ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേ ബി നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആരെങ്കിലും നിങ്ങളെ സൈലൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. സോ അവർ ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടി ആയിരിക്കും നിങ്ങളെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചായിരിക്കും അവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉള്ളവരായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളിൽ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് അവർ നിങ്ങളിൽ നിശബ്ദമായി നിങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സോ ഇന്നത്തെ ടാരോ റീഡിങ്ങിൽ നമ്മൾ അൺലോക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളെങ്ങനെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നത് ആരാണ്, അവരുടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, സോ എന്താണ് അവർ നിങ്ങളിൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ വളരെ പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റോടു കൂടി വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി എടുത്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോഴായിരിക്കും എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് മുന്നോട്ട് തരാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ സൈലൻ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. സോ അതാണ് നമ്മളിന്ന് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ ഈ ഒരു റീഡിംഗ് ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും റെസണേറ്റ് ആവില്ല. സോ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ റെസണേറ്റ് ആക്കുക, നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെ സീക്രട്ടായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, Tarot, please guide me. Reading for my subscribers. ആരാണ് നിങ്ങളെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ നീക്കങ്ങൾ, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ എനർജറ്റിക്കലി ആരാണെന്ന് നോക്കാം. ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ എനർജറ്റിക്കലി ആണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുള്ളതാണ്, റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ് നോക്കാം. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ, റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിൽ എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വ്യക്തി നിങ്ങളിൽ എന്താണ് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നത്, നിങ്ങളിലെ എന്ത് കാര്യമാണ് ആ ഒരു വ്യക്തി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. സോ കാർഡ് നമ്പർ 3. എന്തുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാതെ നിങ്ങളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാതെ നിങ്ങളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അവരുടെ നിങ്ങളോടുള്ള ശരിയായിട്ടുള്ള ഉദ്ദേശ്യം എന്താണ്, അവരുടെ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറയാതെ ഉണ്ടോ, എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് നോക്കാം. ഓക്കെ, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും റെസണേറ്റ് ആവുന്നൊരു കാർഡായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്താണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ യൂണിവേഴ്സ് തരുന്ന ഒരു അഡ്വൈസ് എന്താണ്? നമുക്കിവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡാണ്. ഓക്കെ, ഇതുപോലത്തെ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുള്ള റിലേഷൻഷിപ്പ് നോക്കാം. 10 ഓഫ് സോർഡ്സ്. എന്താണ് അവർ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അവരുടെ റിയൽ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ്
അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഓക്കെ, സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ്, അതുപോലെ തന്നെ 5 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോകാം. സോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്തായാലും കുറച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ മാറി നിന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബോട്ടം ഓഫ് ദി ഡെക്ക് അങ്ങനെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം എന്നും കാണുന്ന രീതിയിലായിരിക്കില്ല. നിങ്ങളൊരു ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടാണെങ്കിലും നിങ്ങളൊരു ഗ്യാപ്പിലായിരിക്കും എന്തായാലും. അതായത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി കുറേ സമയം ആലോചിക്കുന്നുണ്ട്, പാസ്റ്റ് കണക്ഷനെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവരൊരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ അവരങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ആ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ഇപ്പോൾ ഒരു ഐസൊലേഷനിലായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും, മാനസികമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി അവർ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. സോ അവരിപ്പോൾ അവരുടെ ഓൺ സ്പേസിൽ, അവരുടെ സ്വന്തം സ്ഥലം, അതായത് സ്വന്തമായിട്ട് അവർക്ക് മാത്രം എനർജി സ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലായിരിക്കും അവരിപ്പോൾ ഉള്ളത്. അവരവിടെ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങളെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ആരാണ്? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി അവരുടെ പാർട്ട് കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ അവരുടെ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരിക്കാം, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എന്തോ ഒരു കാര്യത്തിൽ ഒരു അവസാനം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, പാർട്ട്ണർഷിപ്പ് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ബിസിനസ് കോണ്ടാക്ട് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു ബന്ധത്തിൻ്റെ അവസാനം ആയി, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയാണിത്. ഓക്കെ, മേ ബി നിങ്ങളിൽ ഒരാൾ ഈ ഒരു ബന്ധം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരാൾ അത് കംപ്ലീറ്റ് ആവാൻ ആ ഒരു സമയം എടുത്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അവസാനിപ്പിച്ച ഒരു റിലേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഒരു റീതിങ്കിങ്, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നിങ്ങൾ വരുന്നത് അവർ ഈ ഒരു ചാപ്റ്റർ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളിത് അവസാനിപ്പിച്ചു, നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം, പക്ഷേ ഈ ഒരു വ്യക്തി ഇത് അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും എന്ന് വേണം കരുതാൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചോദിച്ചപ്പോൾ കിട്ടിയത് 10 ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾ തമ്മിലൊരു ബിട്രയൽ, ഒരു ചെറിയ ചതിയുടെ ഒരു എലമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു എക്സ് പാർട്ട്ണർ ആയിരിക്കും ഇത്, ഏതെങ്കിലും രീതിയിലുള്ള എക്സ് പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു എക്സ് ആണ് എന്തായാലും. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷനിൽ അത്യാവശ്യം വേദനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. നിങ്ങളും നല്ലതുപോലെ അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ടഫായിട്ട് മെൻ്റലി ഒരുപാട് പെയിൻ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളത് അവസാനിപ്പിച്ചപ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയാണ് അത് അവസാനിപ്പിക്കാനൊരു തീരുമാനമെടുത്തത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട്. അതായത് കാര്യങ്ങൾ അവസാനിച്ച രീതിയോട് ഒരു റിഗ്രറ്റ് ഉണ്ട്. ഒരു സഡൻ എൻഡിങ് വന്ന പോലെയാണ്, പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം പോലെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇമോഷണൽ പെയിൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് ഭാരം ചുമന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ. മേ ബി ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി ആളുകളുടെ സപ്പോർട്ടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ ഭാരവും ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളെയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരുന്നിരിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലും കൂടുതൽ നിങ്ങൾ ചുമന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഓക്കെ, സോ ഇപ്പോൾ അവരെന്താണ് നിങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നോക്കിയപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം, നിങ്ങൾ
ലൈഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിൽ ഹാപ്പി ആവാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ആളുകൾ നോട്ടീസ് ചെയ്തത് നിങ്ങളിൽ. സോ അത് തന്നെയാണ് ഇവരും കാണുന്നത്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഫൈനാൻഷ്യലി കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതം വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ ജീവിക്കുന്നുണ്ടാവും. സോ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അവർക്ക് ഇവൻ സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾ. അതായത് നിങ്ങൾ അവരുടെ പ്രസൻസ് ഇല്ലാതെ, മേ ബി നിങ്ങൾ തകർന്നു പോകും എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ അവരുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. മെൻ്റലി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ഗ്ലോ അപ്പ് കൂടി ഉണ്ടായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ടായിരിക്കാം. സോ ഇതാണ് ഈ ഒരു വ്യക്തി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സക്സസ്, അതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാത്തത്? അതായത് ഈ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ ഇവർക്ക് മടിയുണ്ട്. അതായത് അവർ ചെയ്തത് ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് അവർക്ക് മടിയുണ്ട്. ആൻഡ് അവരിപ്പോഴും ഹീലിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ അവരൊരു പോസ്, എല്ലാത്തിൽ നിന്നും ഒരു ഉൾവലിഞ്ഞ ഒരു സമയമായിരിക്കും. അവരൊരു റെസ്റ്റ് എടുക്കുന്നുണ്ട്, റീതിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. അവർ തിങ്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അവരത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ പാസ്റ്റിനെ കുറിച്ചായിരിക്കും ഡീപ്പായിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്റ്റിലുണ്ടായ വോൺസ്, അതായത് അതിനു മുമ്പുണ്ടായ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ട്, അതൊക്കെ വീണ്ടും ഒന്നും കൂടി റീഓപ്പൺ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമോ, ഒരു മുറിവിനെ തന്നെ കുത്തി നോവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള കാര്യം അവർ പേടിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് നല്ല മടിയുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാനത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും എന്ന് അവർ പേടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്, അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് കൂടി നമ്മൾ അറിയണമല്ലോ. സോ അതെന്ന് പറയുന്നത് ഒരു റിയലൈസേഷൻ ആണ് ശരിക്കും അവരുടെ ലൈഫിലൊരു അവേക്കനിങ് എന്ന് പറയും. അതായത് ഒന്നുകൂടി റീബർത്ത് ആണ്, ഒന്നുകൂടി പുനർജനിക്കുന്നത് പോലെ, ഒന്നുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് എവിടെയെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ വില മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഒന്നുകൂടി ഇവർക്ക് ഈ ഒരു ലൈഫിലേക്ക് പുതിയൊരു എനർജിയോടുകൂടി കടന്നു വരണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ വീണ്ടും ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു റീകണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റൊരു ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പോഴും ആ ഒരു പാസ്റ്റ് അവരെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ അവർ ശരിക്കും നിങ്ങളിൽ ഒരു റീകണക്ഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി അവർ സഡൻലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തേക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡ് ദ ടവർ എന്ന് പറയുന്ന ഒരു മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ്ലി ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തെന്നിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയെന്നിരിക്കാം, ഒരു സഡൻ മെസ്സേജ് വന്നെന്നിരിക്കാം, ഒരു കോണ്ടാക്റ്റും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ലാവില്ല അത്ര നാളായിട്ട്, പക്ഷെ പെട്ടെന്നൊരു മെസ്സേജ് വന്നിരിക്കാം, ഒരു കോൾ വന്നെന്നിരിക്കാം, ഒരു സർപ്രൈസ് ആയിട്ടുള്ള പെട്ടെന്നൊരു ഇൻട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ വന്നെന്നിരിക്കാം, എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടെന്നിരിക്കാം, ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞെന്നിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോഴായിരിക്കും ഈ ഒരു കാർഡ് ട്രൂത്ത് ആവുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് കിട്ടിയത് 4 of Cups and 5 of Cups. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഇമോഷണലി സ്റ്റക്കാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു എനർജി കാണും. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു എനർജീസും, സ്നേഹമാകട്ടെ അല്ലെങ്കിൽ വിശ്വാസം, അതൊന്നും മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത്. കാരണം നിങ്ങളുടെ പാസ്റ്റിലുള്ള ഡിസപ്പോയിൻമെന്റ്സ് ഒരുപാടാണ്. ആ ഒരു ഡിസപ്പോയിൻമെന്റ്സ് നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ സ്റ്റക്കായി നിൽക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് വരുമ്പം നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ തെറ്റായിട്ട് സംഭവിച്ചത് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത്.
നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ഇവിടെ നമ്മൾ കാർഡ് നോക്കിയാൽ തന്നെ കാണാം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇത് കാണുന്നില്ല. എന്താ കാര്യം? അവരുടെ ഉള്ളിൽ മുഴുവൻ ബ്ലോക്കേജുകളാണ് അല്ലേ? അപ്പോൾ അവരുടെ പാസ്റ്റിലുള്ള ആ ഒരു കാര്യം ഇവർ ആലോചിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ കാര്യങ്ങൾ കൂടി നിങ്ങൾ കാണാതെ പോകും. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താതെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്കൊന്നും ബിലീവ് ചെയ്യാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ബ്ലോക്കേജുകൾ നിങ്ങളെടുത്ത് മാറ്റണം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നിലേക്കുള്ള കാലം, അതായത് ലുക്ക് ഫോർവേഡ്, അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഇമോഷണൽ പെയിൻ കടന്നിട്ട് നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ എന്തിലേക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്. സോ ഈ റീഡിങ്ങിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പെയിൻഫുൾ പാസ്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ റീതിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് അവർ റീച്ച് ഔട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ചിന്തകൾ അവരെ അതിന് സമ്മതിക്കുന്നില്ല. ആൻഡ് ഒരു സഡൻ ആയിട്ടുള്ള കോണ്ടാക്റ്റ് വന്നെന്നിരിക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്ക്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കി ഇത് മൂവ് ഓൺ ചെയ്ത് ഒരു ഹാപ്പി പേഴ്സൺ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങിൽ കാണാം.